ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് എക്സാം ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് 18/4/2023 മാക്സിമം മാർക്ക് 100 ആണ്. ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ 1 hour 30 minutes ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. മോഡ് ഓഫ് എക്സാം OMR ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ സെക്ഷനിലുള്ള ടോപ്പിക്സ് യൂണിറ്റ് ആൻഡ് ഫ്രാക്ഷൻസ്. അതിൻ്റെ മാർക്ക് 2 മാർക്കാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സിസ്റ്റം, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്, FPS, CGS, MKS ആൻഡ് SI യൂണിറ്റ്സ്, മെഷർമെന്റ് യൂണിറ്റ്സ് ആൻഡ് കൺവർഷൻ, ദെൻ HCF, LCM, then fraction, addition, subtraction, multiplication, then decimal fractions, addition, subtraction, multiplication and divisions. അടുത്ത ടോപ്പിക്ക് വരുന്നത് മൊഡ്യൂൾ 1-ലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്ക്വയർ റൂട്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3 മാർക്കാണ്. അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, then application of Pythagoras theorem and related problems, ratio and proportion, direct and indirect proportion, percentage, then changing percentage to decimal. Then module 1-ലെ തേർഡ് സെക്ഷൻ ആണ് മെറ്റീരിയൽ സയൻസ്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 3 മാർക്കാണ്. അതിൻ്റെ ടോപ്പിക്സ് ആണ് ടൈപ്സ് ഓഫ് മെറ്റൽസ്, physical and mechanical properties of metals, types of ferrous and non-ferrous metals, introduction of iron and cast iron, difference between iron, steel, alloy steel and carbon steel, then properties and uses of rubber, timber and insulating material. ഇനി നാലാമത്തെ സെക്ഷനാണ് മൊഡ്യൂൾ 1-ലെ നാലാമത്തെ സെക്ഷൻ മാസ്, വെയ്റ്റ്, വോളിയം ആൻഡ് ഡെൻസിറ്റി ആണ്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്കാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് മാസ്, വോളിയം, ഡെൻസിറ്റി, weight and specific gravity, then related problems for mass, volume, density, weight and specific gravity ആണ്. ഇനി അടുത്തത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി, വർക്ക്, പവർ ആൻഡ് എനർജി ആണ്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 3 മാർക്കാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റ്, മോഷൻ, സ്പീഡ്, വെലോസിറ്റി, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണ്. രണ്ടാമത്തെ ടോപ്പിക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഓൺ സ്പീഡ് ആൻഡ് വെലോസിറ്റി, then potential energy, kinetic energy and its related problems, work, power, energy, horsepower, IHP, VHP and its efficiency. Then third topic വരുന്നത് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അത് ആ സെക്ഷനിൽ നിന്ന് 4 മാർക്കാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് വരുന്നത് concept of heat and temperature, effects of heat, then difference between heat and temperature, scales of temperature, Celsius, Fahrenheit, Kelvin and conversion between the scales of temperature, then temperature measuring instruments, types of thermometer, pyrometer and then transmission of heat, conduction, convection and radiation. നാലാമത്തെ ടോപ്പിക്ക് വരുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് വിത്ത് അസൈൻമെന്റ്സ്, problems of heat loss and heat gain with assignments, thermal conductivity and insulator, boiling point and melting point of different metals and non-metals, concepts of pressure and its units in different systems. Then third topic വരുന്ന മൊഡ്യൂൾ 2-ലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ബേസിക് ഇലക്ട്രിസിറ്റി. അതിന് 3 മാർക്കാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റി, മോളിക്യൂൾ, ആറ്റം, ഹൗ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്, ഇലക്ട്രിക് കറണ്ട്, AC, DC and their comparison, voltage, resistance and their units, then conductor, insulator, types of connection, series and parallel, Ohm's law, relation between VIR and related problem, electrical power, energy and their units, calculation with assignments, magnetic induction, self and mutual inductance and EMF generation, then electric power, horsepower, energy and units of electrical energy.
അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്ക് മെൻസുറേഷൻ ആണ്. അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 4 മാർക്കാണ്. മെൻസുറേഷൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ, റെക്റ്റാങ്കിൾ ആൻഡ് പാരലോഗ്രാം, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സർക്കിൾ, സെമി സർക്കിൾ, സർക്കുലർ റിംഗ്, സെക്ടർ ഓഫ് സർക്കിൾ, ഹെക്സഗൺ ആൻഡ് എലിപ്സ്, ദെൻ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് സോളിഡ്സ്, cube, cuboid, cylinder, sphere and hollow cylinder. Then lateral surface area, total surface area and capacity in liters of hexagonal, conical and cylindrical shaped vessels. Then module 3-ലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് levers and simple machine. അതിൻ്റെ മാർക്ക് വരുന്നത് 3 മാർക്കാണ്. ആ ഒരു ടോപ്പിക്കിലെ സബ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ മെഷീൻ, ഇഫോർട്ട് ആൻഡ് ലോഡ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, വെലോസിറ്റി റേഷ്യോ, എഫിഷ്യൻസി ഓഫ് മെഷീൻ, റിലേഷൻ ബിറ്റ്വീൻ എഫിഷ്യൻസി, വെലോസിറ്റി റേഷ്യോ ആൻഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ലിവർ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. ദെൻ തേർഡ് ടോപ്പിക്ക് ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയിൽ മാർക്ക് വരുന്നത് 3 മാർക്കാണ്. ഇതിൻ്റെ സബ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾസ്, ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ്, ട്രിഗണോമെട്രിക് ടേബിൾസ്, ദെൻ ട്രിഗണോമെട്രിക് ആപ്ലിക്കേഷൻ ഇൻ കാൽക്കുലേറ്റിംഗ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. ദാറ്റ് ഇസ് സിമ്പിൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ്റെ മാക്സിമം മാർക്ക് 10 ആണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ലോസ് ഓഫ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻസ് and simple problems related to friction, then lubrication, coefficient of friction, application and effects of friction in workshop practice. Second topic വരുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന പോർഷനിൽ നിന്ന് 2 മാർക്കാണ്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് വരുന്നത് ഏരിയ ഓഫ് കട്ട് ഔട്ട്സ്, റെഗുലർ സർഫസ് ആൻഡ് ഏരിയ ഓഫ് ഇറഗുലർ സർഫസ്. അതിൻ്റെ മാക്സിമം മാർക്ക് 3 ആണ്. അതിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് കട്ട് ഔട്ട്, റെഗുലർ സർഫസ്, സർക്കിൾ, സെഗ്മെൻറ്റ് ആൻഡ് സെക്ടർ ഓഫ് സർക്കിൾ, റിലേറ്റഡ് പ്രോബ്ലം ഓഫ് ഏരിയ ഓഫ് കട്ട് ഔട്ട്, regular surfaces, circle, segment and sector of circle. Then area of irregular surfaces and application related to shop problems. ഇനി നാലാമത്തെ ടോപ്പിക്ക് ഓൾജിബ്ര ആണ്. ഓൾജിബ്രയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2 മാർക്കാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ദെൻ തിയറി ഓഫ് ഇൻഡീസസ്, ഓൾജിബ്രായിക് ഫോർമുല, റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്. അതിൽ വരുന്നത് ഇലാസ്റ്റിക്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ, സ്ട്രെസ്, സ്ട്രെയിൻ ആൻഡ് ദെയർ യൂണിറ്റ്സ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ്. ഇലാസ്റ്റിസിറ്റി എന്ന ടോപ്പിക്കിൽ നിന്ന് 3 മാർക്കാണ്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്, ഡിഫറെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്, ദാറ്റ് ഇസ് ഹാർഡനിങ്, ടെമ്പറിങ്, അനീലിംഗ്, നോർമലൈസിങ്, കേസ് ഹാർഡനിങ് ഒക്കെയാണ്. അതിൽ നിന്ന് ആ ഒരു സെക്ഷനിൽ നിന്ന് 4 മാർക്കാണ്. ഇതിന് അടുത്തത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സിമ്പിൾ പ്രോബ്ലംസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണ് വരുന്നത്. അതിൻ്റെ മാക്സിമം മാർക്ക് 2 ആണ്. Then estimation and costing. അതിൽ simple estimation of the requirement of material and applicable to the trade. Problem on estimation and costing. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 1 മാർക്കാണ്. ഇനി അടുത്തത് ആറാമത്തെ മൊഡ്യൂളാണ്. ആറാമത്തെ മൊഡ്യൂളിൽ നിന്ന് ടോട്ടൽ 15 മാർക്കാണ്. ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് 1 മാർക്കാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്, കൺവെൻഷൻസ്, വ്യൂയിങ് ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഷീറ്റ്സ്, മെത്തേഡ് ഓഫ് ഫോൾഡിംഗ് ഓഫ് പ്രിന്റഡ് ഡ്രോയിങ് ഷീറ്റ് ആസ് പെർ BIS SP 46/2003. ഇനി അടുത്തത് സെക്കൻഡ് വരുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൻ്റെ മാക്സിമം മാർക്ക് 1 ആണ്. അതിൽ വരുന്ന ടോപ്പിക്കാണ് ഡ്രോയിങ് ബോർഡ്, T സ്ക്വയർ, ഡ്രാഫ്റ്റർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്, ദെൻ കോമ്പസ്, ഡിവൈഡർ, സ്കെയിൽ, ഡയഗണൽ സ്കെയിൽസ് എക്സെട്ര. ഇനി സെക്കൻഡ് ടോപ്പിക്ക് വരുന്നത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അതിന് 10 മാർക്കാണ്. ലൈൻസ്, പോളിഗൺ, എലിപ്സ്, ദെൻ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആൻഡ് ബ്ലോക്സ് വിത്ത് ഡയമെൻഷൻ, transferring measurement from the given object to the freehand sketches, solid objects like cube, cuboids, cone, prism, pyramid, frustum of cone with dimension, then freehand drawing of hand tools and measuring tools, simple fasteners, trade related sketches. അടുത്ത ടോപ്പിക്ക് ലൈൻസ് ആണ്. അതിൽ ലൈൻസിൽ
3 മാർക്കാണ് വരുന്നത്. അതിൻ്റെ ടോപ്പിക്സ് ആണ്, സബ് ടോപ്പിക്സ് ആണ് ഡെഫിനിഷൻ, ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ ഡ്രോയിങ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈൻസ്, ഡ്രോയിങ് ലൈൻസ് ഓഫ് ഗിവൺ ലെങ്ത്, ഡ്രോയിങ് പാരലൽ ലൈൻസ്, പെർപെൻഡിക്കുലർ ലൈൻസ് മെത്തേഡ്സ്, ദെൻ ഡിവിഷൻ ഓഫ് ലൈൻ സെഗ്മെന്റ് ആണ്. ഇനി അടുത്തത് 7ാമത്തെ മൊഡ്യൂളാണ്. 7ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ടോട്ടൽ 10 മാർക്കാണ്. അതിൽ ആദ്യത്തെ സെക്ഷനാണ് ഡ്രോയിങ് ഓഫ് ജോമെട്രിക്കൽ ഫിഗേഴ്സ്. അതിൽ വരുന്നതാണ് definition, nomenclature and practice of angle, triangle and its type, rectangle, square, rhombus, parallelogram, circle and its elements, then different polygon and their values of included angle, inscribed and circumscribed polygons. അതിൻ്റെ മാക്സിമം മാർക്ക് വരുന്ന 4 മാർക്കാണ്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ലെറ്ററിങ് ആൻഡ് നമ്പറിംഗ് ആണ്. അതിൽ സിംഗിൾ സ്ട്രോക്ക്, ഡബിൾ സ്ട്രോക്ക്, ഇൻക്ലൈൻഡ്, അതിൽ 2 മാർക്കാണ് വരുന്നത്. ദെൻ ഡൈമെൻഷനിങ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ്, അതിൽ ഡെഫിനിഷൻ, ടൈപ്സ് ആൻഡ് മെത്തേഡ് ഓഫ് ഡൈമെൻഷനിങ്, പൊസിഷൻ ഓഫ് ഡൈമെൻഷനിങ്, type of arrowhead, leader line with text, then symbols preceding the value of dimension and dimension tolerance, അത് 2 മാർക്കാണ്. ദെൻ അടുത്ത 4ാമത്തെ ടോപ്പിക്ക് വരുന്നത് സൈസസ് ആൻഡ് ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആണ്. അതായത് സെലക്ഷൻ ഓഫ് സൈസസ്, ടൈറ്റിൽ ബ്ലോക്ക്, ഇറ്റ്സ് പൊസിഷൻ ആൻഡ് കണ്ടന്റ്, ഐറ്റം റെഫറൻസസ് ഓൺ ദ ഡ്രോയിങ് ഷീറ്റ്, ആ ഒരു ഏരിയയ്ക്ക് 2 മാർക്കാണ്. ഇനി 8ാമത്തെ മൊഡ്യൂളാണ്. 8ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ടോട്ടൽ 15 മാർക്കാണ് വരുന്നത്. 8ാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് പ്രസന്റേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. പിക്ടോറിയൽ വ്യൂ ഉണ്ട്, ഓർത്തോഗ്രാഫിക് വ്യൂ, ഐസോമെട്രിക് വ്യൂ, ആ ഒരു സെക്ഷനിൽ നിന്ന് 3 മാർക്കാണ്. ദെൻ സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ഡിഫറെൻറ്റ് സിംബൽസ് യൂസ്ഡ് ഇൻ ദ ട്രേഡ്സ്, ഫാസ്റ്റനേഴ്സ്, ബാർ ആൻഡ് പ്രൊഫൈൽ സെക്ഷൻ, വെൽഡ്, ബ്രേസ്ഡ് ആൻഡ് സോൾഡേർഡ് ജോയിൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എലമെന്റ്സ്, പൈപ്പിംഗ് ജോയിൻസ് ആൻഡ് ഫിറ്റിംഗ്. ഇനി അടുത്ത 3ാമത്തെ മൊഡ്യൂൾ 8ലെ 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷനിൽ വരുന്നതാണ് കൺസെപ്റ്റ് ഓഫ് ആക്സിസ് പ്ലെയിൻ ആൻഡ് ക്വാഡ്രന്റ്, ദെൻ ഓർത്തോഗ്രാഫിക് projections, method of first angle and third angle projections, symbol of first angle and third angle projection. ആ പ്രൊജക്ഷനിൽ നിന്ന് മൊത്തം 4 മാർക്കിനാണുള്ളത്. ഇനി അടുത്തത് മൊഡ്യൂൾ 9 ആണ്. മൊഡ്യൂൾ 9ൽ നിന്ന് ടോട്ടൽ 6 മാർക്കാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽസ് ആൻഡ് ഡയഗണൽ സ്കെയിൽസ്, കോണിക് സെക്ഷൻ, ആ ഒരു സെക്ഷനിൽ നിന്ന് 1 മാർക്കാണ്. 2ാമത്തെ സെക്ഷനിൽ സ്കെച്ചസ് ഓഫ് നട്ട്സ്, ബോൾട്ട്, സ്ക്രൂ ത്രെഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസ്, ദെൻ സ്കെച്ചസ് ഓഫ് ഫൗണ്ടേഷൻ, ഡബിൾ നട്ട്, കാസ്റ്റൽ നട്ട്, പിൻ എക്സെട്ര, ആ ഒരു സെക്ഷനിൽ നിന്ന് 1 മാർക്കാണ്. ദെൻ റിവേർട്സ് ആൻഡ് റിവേർട്ടഡ് ജോയിൻ, വെൽഡഡ് ജോയിൻസ് 1 മാർക്ക്, സ്കെച്ചസ് ഓഫ് പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിൻസ് 1 മാർക്ക്, അസംബ്ലി വ്യൂ ഓഫ് വി ബ്ലോക്സ്, ബുഷ് bearing, different types of coupling, muff coupling, half lap coupling, then simple work holding device, drawing detail of 2 mating blocks and assembled view, then sketch of shaft and pulley, belt gear, gear drives, ആ ഒരു സെക്ഷനിൽ നിന്ന് 1 മാർക്കാണ്. ഇനി അടുത്ത 10ാമത്തെ മൊഡ്യൂളാണ്. 10ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ടോട്ടൽ 4 മാർക്കാണ് വരുന്നത്. അതിൽ വരുന്ന ടോപ്പിക്സ് നോക്കാം. സൈൻ ആൻഡ് സിംബൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് റിലേറ്റഡ് ട്രേഡ്സ്, സ്കെച്ച് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ട്രേഡ് റിലേറ്റഡ് കമ്പോണൻസ്, അതിൽ നിന്ന് 1 മാർക്കാണ്. ദെൻ അടുത്ത ടോപ്പിക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വയറിംഗ് ഡയഗ്രാം, trade related layout diagram, then electrical earthing diagram, drawing the schematic diagram of plate and pipe earthing, ആ ഒരു പോർഷനിൽ നിന്ന് 1 മാർക്കാണ്. then electrical electronic trade related circuit diagram, then block diagram of instruments, equipments of related trades, ആ ഒരു പോർഷനിൽ നിന്ന് 2 മാർക്കാണ്. ഈ ഒരു കോഴ്സിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ടെക് PSCയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.